الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين فاتقوا الله وسلم على سيدنا محمد وآله وصحبه أجمعين أما بعد ومن تبعهم بإحسان إلى يوم الدين اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم زدنا علما اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم اجعلنا للمتقين إماما وأدخلنا برحمتك في عبادك الصالحين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون സ്നേഹവന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവലോകരക്ഷിതാവും സർവശക്തനും ലോകത്തിന്റെ അധിപനും ജഗനിയന്താവുമായ പടച്ചറബിനെ ജീവിതത്തുടനീളം പരമാവധി സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പരിപൂർണമായും മാനിച്ചുകൊണ്ടും സമ്പൂർണമായും അവനെ കീഴ്പ്പെട്ടുകൊണ്ടുമായിരിക്കണം നാം ഓരോരുത്തരും ജീവിതം ക്രമപ്പെടുത്തേണ്ടതെന്ന് സ്വന്തത്തോടുന്നതുപോലെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അപ്രകാരം ഈ ഈമാൻ ഉൾക്കൊണ്ട് തഖ്വയോട് കൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയമായ ശക്തികളിലൊന്നാണ് തവക്കുൽ എന്നുള്ളത്. അഥവാ യഥാർത്ഥ ആശ്രയം അള്ളാഹുവിൽ അർപ്പിക്കുക എന്നത്. നമുക്കറിയാം, ഒരു മുസ്ലിമിന്റെ ഹൃദയം എപ്പോഴും അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നിടത്താണ് അവന്റെ വിജയം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധ്യമാകാൻ വേണ്ട ശരിയായ രൂപം, ശരിയായ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അള്ളാഹുവിനെ, പടച്ചറബിനെ ആശ്രയിക്കുക എന്നതാണ് തവക്കുൽ. അപ്പോൾ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പരിപൂർണമായ വിശ്വാസത്തോടുകൂടി പടച്ചറബിൽ അർപ്പിക്കുകയും ഏതൊരു കാര്യത്തെയാണോ നാം ആശ്രയിക്കുന്നത് ആ ആശ്രയിക്കുന്ന വിഷയത്തിൽ പരിപൂർണമായും അതിനു വേണ്ട ശരിയായ മാർഗം നാം സ്വീകരിക്കുകയും എന്നിട്ട് നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ മനസ്സുമായി കൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
തവക്കുൽ എന്നത് ഈമാന്റെ ഭാഗമാണ്, അഥവാ ഈമാനിന്റെ അടയാളമാണ് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ലോകത്ത് കടന്നുപോയ പല പ്രവാചകന്മാരുടെയും ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഉദാഹരിച്ച പ്രവാചകന്മാരുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവരെല്ലാം എത്രത്തോളം അല്ലാഹു ബരവേൽപ്പിച്ചിരുന്നു എന്നും അവരുടെ ഈമാൻ എത്രത്തോളം കാഠിന്യമേറിയതായിരുന്നു എന്നും ചരിത്രങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ ജനത ഭയത്തിലും നിരാശയിലും കഴിഞ്ഞിരുന്ന ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. അഥവാ നമുക്കറിയാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടത് ഫറോവ സമൂഹത്തിലേക്കാണ്, ബനു ഇസ്രായേൽ സമൂഹത്തിലേക്കാണ്. ക്രൂരനായ, അഹങ്കാരിയായ, തമ്മാടിയായ ഭരണാധികാരിയായിരുന്നുവല്ലോ ഫറോവ, ഫിർഔൻ എന്നുള്ളത്. എന്നാൽ ആ ഫിർഔൻ തന്നിഷ്ടപ്രകാരം അഹങ്കാരത്തോടുകൂടി ജീവിച്ചപ്പോൾ സ്വാഭാവികമായും തന്റെ ഇംഗിതങ്ങൾക്കും തന്റെ താല്പര്യങ്ങൾക്കും എതിരെ നിലകൊള്ളുന്നവരെ അതിക്രൂരമായി ഒരു ദയാവ് കൂടാത്ത രൂപത്തിൽ അറുകൊല ചെയ്തിരുന്ന ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ആ സമയത്ത് ആ ജനത പേടിച്ചു പോയി. പ്രത്യേകിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആ പാവങ്ങളായ സമൂഹം. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ മേലാണ് തവക്കലു ഫതവക്കലു, നിങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണ് എങ്കിൽ. അവർക്കതൊരു ആശ്വാസമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണ് എങ്കിൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അഥവാ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ അല്ലാഹുൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കേട്ട സമയത്ത് അവർ പറയുന്നുണ്ട് അലല്ലാഹി തവക്കൽന, എങ്കിൽ മൂസാ ഇതാ ഞങ്ങൾ അല്ലാഹുൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. കാരണം അവർക്ക് ആ ഒരു വിഷയത്തിൽ, ആ ഒരു പ്രതിസന്ധി, ആ പ്രയാസകരമായ ഘട്ടത്തിൽ തരണം ചെയ്യണമെങ്കിൽ പടച്ചറബ്ബിൽ കൃത്യതയോടുകൂടി ആത്മാർത്ഥമായ മനസ്സുമായി കൊണ്ട് നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണമെന്നാണ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് നൽകുന്ന ഗുണപാഠം എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, മറ്റൊരിടത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണ് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് ഫഹുവ ഹസ്ബുഹു, അവൻ തന്നെ, അള്ളാഹ് തന്നെ അവന് മതിയായവനാണ് എന്നുള്ളത്. അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചവൻ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നവൻ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിരാശകരമായ ജീവിതം നയിക്കേണ്ട ഒരവസ്ഥ, സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം ആത്മാർത്ഥമായ ഈമാൻ ഹൃദയത്തിലുള്ളവർക്ക് അള്ളാഹു ഉറച്ച വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അചഞ്ചലമായ, അജയ്യമായ, ചാഞ്ചല്യമില്ലാത്ത, ചാഞ്ചാട്ടമില്ലാത്ത കരുത്തുറ്റ മനസ്സിന്റെ ഈമാനിന്റെ ഉടമകളായ ആളുകൾക്ക് അല്ലാഹുൽ പരിപൂർണമായും ഏതൊരു ഘട്ടത്തിലും, ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏതൊരു പ്രയാസഘട്ടങ്ങളിലും, ഏതൊരു പരിതാപകരമായ അവസ്ഥയിലും സ്ഥിതിയിലും പടച്ച റബ്ബിൽ തന്റെ ജീവിതം പരിപൂർണമായും അർപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതാണ് ആമുഖമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെട്ട വചനം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ എന്നാൽ അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങും. അല്ലാഹുവിനെ പറ്റി അങ്ങ് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഈമാനുള്ള മനുഷ്യരുടെ അവസ്ഥയാണ്, അടയാളമാണ് പറയുന്നത്. അവിടെ ഹൃദയം പേടിച്ചു നടുങ്ങി വിറകൊള്ളും. വഇദാ തുലിയത അലൈഹിം, അവരുടെ മേൽ വായിക്കപ്പെട്ടാൽ ആയാത്തുഹു, അവന്റെ വചനങ്ങളെന്ന് വായിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കും. മൂന്നാമത് പറയുന്നു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ അങ്ങേയറ്റം ഭരമേൽപ്പിച്ചവരായിരുന്നു എന്നുള്ളവരാണ്. ഒന്ന്, അവർ അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങിപ്പോകും. അള്ളാഹുവിന്റെ വചനങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവിടെ ഈമാൻ വർദ്ധിക്കും. അല്ലെ, അൽ ഈമാൻ യസീദു വയൻഖുസ്, ഈമാൻ ഏറ്റക്കുറച്ചിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വഅലാ റബ്ബിഹിം യതവക്കലൂൻ, സത്യവിശ്വാസികളുടെ മൂന്നാമത്തെ അടയാളം എന്താണ്? അവർ തങ്ങളുടെ രക്ഷിതാവിൽ അങ്ങേറ്റം ഭരമേൽപ്പിക്കുന്നവരാകുന്നു എന്നുള്ളതാണ്. ഏത് കാര്യങ്ങളിലും പടച്ചറബ്ബിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട്, പടച്ചറബ്ബിൽ തവക്കൽ ചെയ്തുകൊണ്ട്, പടച്ചറബ്ബിൽ തന്റെ കാര്യങ്ങളുടെ പര്യവസാനം അല്ലാഹുവിൽ
നിക്ഷിപ്തമാക്കിക്കൊണ്ടായിരിക്കും അവരുടെ ജീവിതം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ആദ് സമൂഹം കുതന്ത്രം ചതിയും പ്രയോഗിച്ച ഒരു സന്ദർഭം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. പക്ഷേ ആദ് സമൂഹത്തിന് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. പക്ഷേ അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അത് അവരുടെ പ്രാപ്തി കൊണ്ടാണ്, തങ്ങളുടെ കഴിവ് കൊണ്ടാണ്, തങ്ങളുടെ തന്റെ ഇടം കൊണ്ടാണ്, തങ്ങളുടെ ശേഷി കൊണ്ടാണ് എന്ന ഒരു തരത്തിലുള്ള അഹങ്കാരം അവിടെ ഹൃദയത്തിൽ തൊട്ട് തീണ്ടി അങ്ങനെ പടച്ചറബിനെ വിസ്മരിച്ചുകൊണ്ടുള്ള താന്തോന്നിത്തരമായ തന്നിഷ്ടപ്രകമായ ഒരു ജീവിതം അവർ നയിക്കാൻ തുടങ്ങി. അങ്ങനെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വരെ കുതന്ത്രത്തിലൂടെ ചതിയിലൂടെ ആ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ചതിക്കുന്ന ഒരു ഘട്ടം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് അത് തിരിച്ചറിഞ്ഞ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വറബ്ബുക്കും, ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്റെയും നിങ്ങളുടെ രക്ഷിതാവിലാണ് എന്ന്. ഞാൻ നിങ്ങളുടെ ഈ ചതി ഇത് കാണുന്ന, നിങ്ങളുടെ കുതന്ത്രം മനസ്സിലാക്കിയ, നിങ്ങളുടെ ഈ കുബുദ്ധി തിരിച്ചറിയുന്ന പടച്ച റബ്ബിലാകുന്നു, സാക്ഷാൽ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥനായ പടച്ച റബ്ബിലാകുന്നു എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു പതറാത്ത മനസ്സുമായി കൊണ്ട് ആത്മാർത്ഥമായ ഈമാനോടുകൂടി മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, തവക്കുൽ എന്ന് പറയുന്നത് അത് ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ, മുസ്ലിമായ ഒരു മനുഷ്യനെ അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മുഅ്മിന്റെ അടയാളം തന്നെയാണ്. എന്നാൽ അങ്ങനെയൊക്കെയാണ് എങ്കിലും, ഇതൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും എന്ന് ഈ കാലഘട്ടത്തിൽ തവക്കുൽ തെറ്റായ രൂപത്തിലാണ് പലരും വിചാരിക്കുന്നത്. അതാണ് ഖേദകരമായ കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു പരിശ്രമം നടത്താതെ അള്ളാഹുൽ ബരമേൽപ്പിക്കുന്ന ആളുകളുണ്ട്. ജോലിക്ക് പോകൂല, അവർക്കറിയാം എനിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്. പക്ഷെ ഇത് ചോദിക്കുമ്പോ, അല്ല കുറെ കാലമായല്ലോ ജോലിയൊന്നില്ല, എന്താ പോവാത്തത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഇനി തവക്കൽതു അലല്ലാഹ്, ഞാനിത് അള്ളാഹുൽ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. ഒരു ജോലിയും ചെയ്യാതെ, ഒരു പരിശ്രമവും നടത്താതെ, എന്നിട്ട് വെറുതെ അലസമായിക്കൊണ്ട് ആലസ്യത്തോടുകൂടി കുത്തിരുന്നു കൊണ്ട് ആരെങ്കിലും അതിന്റെ പേരിൽ അവനോട് ചോദിച്ചാൽ അവൻ പറയുന്ന വാക്കാണ് ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാനിത് അള്ളാഹുൽ ബരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, തവക്കുൽ എന്നത് കാരണങ്ങൾ ഉപേക്ഷിക്കലല്ല. കാരണങ്ങൾ പരിശ്രമം നടത്താതെ അലസതയോടുകൂടി, ആലസ്യത്തോടുകൂടി, മടിയോടുകൂടി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് എന്റെ കാര്യങ്ങൾ എന്റെ റബ്ബ് എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബ് നോക്കിക്കൊള്ളും എന്ന് കരുതലല്ല തവക്കുൽ. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരൻ പലരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, യുദ്ധത്തിൽ കവച ധരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അള്ളാഹു തവക്കുൽ ചെയ്തിട്ടുള്ളത്. അല്ലെ, യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധമല്ലേ, ഇതൊരു പോരാട്ടമാണ്. ഒരു പക്ഷേ മുറി പറ്റും, ഒരു പക്ഷേ മരണപ്പെട്ടേക്കാം, മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് എനിക്കെന്ത് വന്നാലും ശരി എന്ന രൂപത്തിലായിരുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ നിലകൊണ്ടത്. യുദ്ധമാണ്. പരമാവധി തന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്വീകാര്യമായ മാർഗം കവച ധരിച്ചുകൊണ്ട്, എന്നിട്ട് അള്ളാഹുൽ തവക്കൽ ചെയ്തുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. ഹിജ്റയിൽ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഹിജ്റ പോയത്. പിടിക്കപ്പെടുകയാണെങ്കിൽ പിടിക്കപ്പെടട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് കാണാം. ഇങ്ങനെ ആയിരുന്നില്ല റസൂല്. മറിച്ച് ഹിജ്റ പോയപ്പോൾ ഒളിഞ്ഞും മറഞ്ഞും, ശത്രുക്കൾ കാണാതെ, ശത്രുക്കളുടെ കണ്ണിൽ പെടാത്ത രൂപത്തിൽ, ആ രൂപത്തിൽ രഹസ്യമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റ പോയത്. അങ്ങനെ കൃത്യമായ പദ്ധതിയോടുകൂടി. എന്നിട്ടാണ് അള്ളാഹുൽ തവക്കുൽ ചെയ്തത്. രോഗങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. എന്നിട്ടാണ് പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്തത്. ഇതുപോലെ മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഒട്ടകത്തെ കെട്ടിടുക, എന്നിട്ട് നിങ്ങൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക എന്ന്. ഒട്ടകം നമുക്കറിയാം മരുഭൂമിയുടെ കപ്പൽ എന്നാണ്. ഈ അറേബ്യൻ കാലഘട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അവരുടെ ഏകാശ്രയം എന്ന് പറയുന്നത് ഒട്ടകം പോലുള്ള ഒട്ടകപ്പുറത്തൊക്കെയായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ വിദൂരമായ ദിക്കുകളിലൂടെ മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വിശ്രമിക്കും. സ്വാഭാവികമായ ക്ഷീണം പറ്റുന്ന സമയത്ത്, ആ സമയത്ത് ഏതെങ്കിലും മരച്ചോടുകളിലോ ഏതെങ്കിലും തണൽ കണ്ടാലോ ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഓരം കണ്ടാലോ അവർ വിശ്രമിക്കുന്ന സമയത്ത്
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാ, നിങ്ങൾ ഏകാശ്രമായ ഒട്ടകത്തെ നിങ്ങൾ ബന്ധിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. കാരണം പാറാവാരം പോലെ വിശാലമായി കിടക്കുന്ന മരുഭൂമിയാണ്. അവിടെങ്ങാനും തന്റെ ഒട്ടകമെങ്ങാനും തന്റെ വാഹനമെങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവന്റെ പകുതിയോളം നഷ്ടപ്പെടും. കാരണം എവിടേക്കാണ് അറ്റം, എവിടേക്കാണ് പോകേണ്ടത് ഒന്നുപോലും അറിയാത്ത അവസ്ഥയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ ആദ്യം ഒട്ടകത്തെ ബന്ധിപ്പിക്ക്, എന്നിട്ട് നീ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചോ എന്നുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അന്നകും തതവക്കലൂന അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുന്ന പക്ഷം ഹക്ക തവക്കുലി, അവന് യഥാർത്ഥമായി കൊണ്ട് അർഹിക്കുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ അവനെ തവക്കുൽ ചെയ്യേണ്ടത്. ലറസഖകും കമാ യർസഖു തൈറ, എന്നാൽ പക്ഷികൾക്ക് ആഹാരം നൽകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആഹാരം നൽകും. ഒറ്റവയറുമായവർ പുറപ്പെടുകയും നിറവയറുമായവർ തിരിച്ചു വരികയും ചെയ്യുന്നു. പക്ഷികളെ പറ്റി പറഞ്ഞതാ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം നിങ്ങൾ യഥാർത്ഥ രൂപത്തിൽ യഥാവിധി എങ്ങനെയാണോ ഭരമേൽപ്പിക്കേണ്ടത് അതുപോലെ അങ്ങനെ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് ആഹാരം നൽകും. ഏതുപോലെയാണെന്നാ പറഞ്ഞത്? കമാ യർസുഖു തൈറ, പക്ഷികൾക്ക് ആഹാരം നൽകും. അല്ലെ, ഇവിടെ പക്ഷികൾ കൂട്ടിൽ ഇരിക്കുന്നില്ല, മറിച്ച് അവർ പുറപ്പെടുന്നു, അങ്ങനെ അന്വേഷിക്കുന്നു, അവർ തങ്ങളുടെ റിസ്ക് കണ്ടെത്തുന്നു. എന്നിട്ട് ഈ രൂപത്തിലാ, അങ്ങനെയാണ് അവര്. ഇതുപോലെ അതല്ലാതെ ഏതെങ്കിലും പക്ഷികള് എന്നെ സൃഷ്ടിച്ചത് അള്ളയാണല്ലോ, അതുകൊണ്ട് അള്ളാഹു എനിക്ക് അന്നം നൽകും എന്ന രൂപത്തിൽ ഏതെങ്കിലും കൂടുകളിൽ അങ്ങനെ സമാധാനത്തോടു കൂടി ഇരിക്കുന്നവരല്ല പക്ഷികൾ. മറിച്ച് അവർ ജോലിക്ക് പുറപ്പെടുന്നുണ്ട്, ഭക്ഷണം അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഒറ്റ വയറുമായി പുറപ്പെട്ട ആ പക്ഷികൾ നിറവയറുമായി തിരിച്ചു വരുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന പക്ഷം അള്ളാഹ് നിങ്ങൾക്കൊരു പോംവഴി, ജീവിതത്തിൽ ഒരു മാർഗരേഖ നിങ്ങൾക്ക് തെളിയിച്ചു തരുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, അത്തവക്കുൽ അമലുൽ ഖൽബ്. പണ്ഡിതന്മാര് പറഞ്ഞതാ, തവക്കുൽ എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ പ്രവർത്തനമാണ്. വലൈസ ബിതർക്കിൽ അമൽ, ഒരു പ്രവൃത്തിയും ഉപേക്ഷിക്കലല്ല, ഒരു പ്രവർത്തനം ചെയ്യാതിരിക്കലല്ല തവക്കുൽ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം, പരിശ്രമിക്കേണ്ടതിനടുത്തുള്ള പരമാവധി മാക്സിമം പരിശ്രമിക്കണം. സാധ്യമാകുന്ന എല്ലാ വഴികളും നമ്മൾ തേടണം. എന്നിട്ട് ആ കാര്യത്തിൽ അതിന്റെ പര്യവസാനം എങ്ങനെ നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് നമ്മൾ ആശ്രയിക്കണം, അള്ളാഹുൽ ബരമേൽപ്പിക്കണം. ഇതാണ് അതിന്റെ രീതിയായിക്കൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മുഅ്മിൻ ഇങ്ങനെ തവക്കുൽ ആവശ്യമായി വരുന്ന പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. താൻ അഭിമുഖീകരിക്കുന്നത് അജ്ഞാതമായ ഒരു ഭാവിയാണ്. അതുകൊണ്ട് തനിക്ക് എന്ത് സംഭവിക്കുന്നു ഊഹിക്കാൻ പോലും സാധ്യമാകാത്ത സങ്കീർണമായ കാരണങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിധികളില്ലാത്ത, പരിമിതികളില്ലാത്ത ലോക ജഗന്യന്താവായ പടച്ച റബ്ബിനെ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില ഗുണപാഠങ്ങളുണ്ട്, ചില മഹത്തായ സമാധാനങ്ങളുണ്ട്. അതിലൊന്നാണ്, മനസ്സിന് സമാധാനം ലഭിക്കുമെന്നുള്ളതാ. അതാണ് തവക്കുൽ കൊണ്ടുള്ള ഒരു ഗുണം. നമ്മൾ അള്ളാഹുൽ തവക്കുൽ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണം എന്നുള്ളത് മനസ്സിന് വല്ലാതെ സമാധാനം ലഭിക്കും. അള്ളാഹ് തന്നെ പറഞ്ഞില്ല, ആരാണ് അള്ളാഹുൽ ബരമേൽപ്പിക്കുന്നവൻ, അത് ബരമേൽപ്പിച്ചാൽ അള്ളാഹ് തന്നെ അവന് മതിയായവനാണ്. ഇത് വിശുദ്ധ ഖുർആന്റെ വാക്യമാണ്. ആർക്കാ അള്ളാഹ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് വിശ്വാസമില്ലേ? വിശ്വാസം വേണം, ഒരു മുഅ്മിന് വിശ്വാസം വേണം. പടച്ച റബ്ബ് തമാശക്ക് വെറുതെ അങ്ങ് പറയുകയില്ല. അതുകൊണ്ട് അള്ളാഹനെ ബരമേൽപ്പിച്ചാൽ അള്ളാഹ് മതിയായവനാണ്. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഗ്നികുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പല സന്ദർഭങ്ങളിൽ നാം കേട്ടിട്ടുണ്ട്, നാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആ തീജ്വാലയിലേക്ക് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രൂരനായ അവിടുത്തെ നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് അഗ്നികുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നാവിന്റെ നിർവിട്ട വാചകം ഹസ്ബി അല്ലാഹ് വ നിഅ്മൽ വകീൽ, എനിക്ക് അല്ലാഹ് മതി,
അള്ളാഹ് ഭരമേൽപ്പിക്കാൻ അവൻ എത്ര ഉന്നതനാണ്, മഹാനാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ തീയെ നീ തണുപ്പും സമാധാനവും ആയിക്കൊള്ളുക എന്നുള്ളത്. കാരണം അള്ളാഹ് ഭരമേൽപ്പിച്ചപ്പോൾ അള്ളാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമാധാനം നൽകി എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ ആരും രക്ഷിക്കാനില്ല. കാരണം സമൂഹം ഒന്നടങ്കം ഇബ്രാഹിം നബിക്കെതിരാണ്. അങ്ങനെയാണ് വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയുന്നത്. ഇനി ഈ തീക്കുണ്ടാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ സാധ്യമാകുമെങ്കിൽ ലോകത്തിന്റെ അധിപനായ പടച്ചറബിന് മാത്രമേ സാധ്യതയുള്ളൂ. ആ പടച്ചറബിലായിരിക്കും ഞാൻ എന്റെ ജീവിതം സമർപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ആ മരണം മുഖാമുഖം കണ്ട സന്ദർഭത്തിൽ ഇബ്രാഹിം പറഞ്ഞത് ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഫിറഔനിന്റെ കിങ്കരന്മാരായ സൈന്യം വധിക്കാൻ വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലും മൂസ നബി സ്വലാത്തു വസ്സലാമിനെയും തന്നിൽ വിശ്വസിച്ച വിശ്വാസികളെയും പിന്തുടരുന്ന ഘട്ടമുണ്ട്. മുമ്പിൽ സമുദ്രമാണ്, പിന്നിൽ സൈന്യമാണ്. എവിടെ പോയാലും അപകടമാണ്. മുന്നിലേക്ക് കുതിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കും. ഇതാണ് അവസ്ഥ. പിന്നിലേക്ക് പിന്തിരിയുകയാണെങ്കിലോ അവിടെ ഫിറഔനിന്റെ ആളുകൾ വധിക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണമായി ഒരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, സയഹ്ദീൻ, അവനിക്കൊരു വഴി കാണിച്ചു തരും. ഇതാണ് ഈമാൻ എന്നുള്ളത്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഹിജ്റ വേളയിൽ നബിനെ വധിക്കാൻ വേണ്ടി പരക്കൻ പായുന്ന ശത്രുക്കൾ അവസാനം സൗർ ഗുഹയുടെ മുമ്പിലെത്തി. അള്ളാഹുവിന്റെ റസൂലുമുണ്ട് കൂടെ, പ്രവാചകന്റെ ഖലീലായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ട്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ തല എടുക്കുന്നവർക്ക്, തല അറുക്കുന്നവർക്ക് 100 ഒട്ടകം വാഗ്ദാനം ചെയ്യപ്പെട്ട സമയമാണ്. എല്ലാവരും അത് കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ തേടിക്കൊണ്ട് ഇതാ മുഹമ്മദിന്റെ തല എന്റെ കൈ കൊണ്ടായിരിക്കട്ടെ എന്ന ആ ഒരു ഭാഷയോടുകൂടിയാണ് പരക്കം പായുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി. ആ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പേടിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ, അബൂബക്കർ സിദ്ദീഖ് പറയാ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ, അവരൊന്ന് ചെരിഞ്ഞു നോക്കിയാൽ, അള്ളാഹുവിന്റെ റസൂലേ, അവരൊന്ന് ഈ ഗുഹാമുഖത്തേക്കൊന്ന് നോക്കിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഭയപ്പെടേണ്ടതില്ല, അല്ലാഹ് നമ്മോടൊപ്പമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതാണ് അള്ളാഹുവിനെ ആശ്രയിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനം ലഭിക്കും. ഒരിക്കലും അവരുടെ ഭയം കുറയും. അവർക്ക് അവരുടെ ഹൃദയത്തിൽ ശാന്തിയും സ്വസ്ഥതയും ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തത്, പ്രയാസഘട്ടങ്ങളിൽ ശക്തി പകരുമെന്നുള്ളതാ. അള്ളാഹുവിനെ പരമേൽപ്പിച്ചാൽ ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, വരാത്തവരല്ലോ. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെയായിരിക്കും പലരും കടന്നു പോകുന്നത്. പ്രയാസങ്ങൾ സ്വാഭാവികമാണ്, ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി പ്രയാസഘട്ടം വന്നാലും അവിടെ നമുക്കൊരു ശക്തി, ഒരു ഊർജം ലഭിക്കുമെന്നുള്ളതാ. നോക്കൂ നിങ്ങൾ, നീണ്ട 18 വർഷക്കാലമാണ് രോഗങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയത്. വിശുദ്ധ ഖുർആനിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. അവസാനം എല്ലാവരും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കഴിഞ്ഞു, ഭാര്യ മാത്രമേ ബാക്കിയുള്ളൂ, മക്കൾ വരെ ഉപേക്ഷിച്ചു എന്നുള്ളതാ. കാരണം ജീർണിച്ച ശരീരമാണ്, ശരീരം പൊട്ടി ഒലിച്ച് അതിൽ നിന്ന് ചലവും അതുപോലെ തന്നെ രക്തം പാർന്ന് അവസാന പുഴുക്കൾ വരെ അരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയി. ആ സമയത്ത് അവസാനം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അയ്യൂബ ഇദ് നാദാ റബ്ബോ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാ, അന്നീ മസ്സനി അല്ലാഹു, അല്ലാഹ് എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു, കഷ്ടപ്പാട് പ്രയാസം ബാധിച്ചിരിക്കുന്നു, വ അൻത അർഹമുർ റഹീമീൻ, നീയാവുന്നു അർഹമുർ റഹീം. എന്താ പറഞ്ഞത്? അത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും നീ കാരുണ്യവാനിൽ ഏറ്റവും കരുണാനിധിയായ കരുണാഭാരതിയായ റബ്ബല്ലേ, അതുകൊണ്ട് എന്റെ ദുരിതമൊന്ന് നീക്കിത്തരണേ എന്നാണ്. ഇതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. അല്ലേ? നമ്മൾ നമസ്കരിക്കുന്നവരുണ്ട്, സകാത്ത് കൊടുക്കുന്നവരുണ്ട്, നോമ്പും ഹജ്ജും ഉംറയും അങ്ങനെ എല്ലാ സൽക്കർമ്മം ചെയ്തു പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വല്ല പ്രതിസന്ധി ഘട്ടം കടന്നു വരുമ്പോൾ അപ്പോഴേക്കും പതറിപ്പോകും. രണ്ട് കൂട്ടരും ആഗ്രഹിക്കും. രോഗത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരും ആഗ്രഹിക്കും, ആരോഗ്യ ശുശ്രൂഷിക്കുന്ന മനുഷ്യരും ആഗ്രഹിക്കും, ഈ മനുഷ്യനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ. എന്താ കാരണം?
അപ്പോഴേക്കും നമ്മുടെ മനസ്സ് വതറിപ്പോയി അല്ലേ? ഒരു രോഗം വരുമ്പോ സ്വന്തം ബന്ധുക്കളും കുടുംബക്കാരും രക്തബന്ധമുള്ള ആളുകളുമാണ് അല്ലേ? ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരവസ്ഥ എന്റെ ബന്ധുക്കൾക്ക് ഞാനൊന്ന് ഭാരമാകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒപ്പമുള്ള ആളുകളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നത്. ഇദ്ദേഹത്തെ കൊണ്ട് ഞങ്ങളും പരാജയപ്പെട്ടു പോയല്ലോ, ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അല്ല, അങ്ങനെയില്ല. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് പോലും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബേ അർഹമുർ റഹീം, നീ കരുണാവാരതിയാണ്, നീ കാരുണ്യവാനാണ്, അതുകൊണ്ട് അതിൽ ഉറപ്പായ വിശ്വാസം എനിക്കുണ്ട് എന്ന് പടച്ച റബ്ബിനെ പ്രശംസിച്ചതുപോലെ പ്രശംസിക്കാനുള്ള ഈമാൻ നമുക്കുണ്ടാവണമെങ്കിൽ അത്രത്തോളം ഈമാനുള്ളവർക്ക് അള്ളാഹു ബരമേൽപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ? ഒരുപാട് കാലം കുടുംബപരമായി ജീവിച്ചിട്ടും മക്കളില്ല, ബന്ധിയായ ഭാര്യയാണ്, വയോവൃദ്ധനായി. വിശുദ്ധ ഖുർആൻ സക്കരിയ നബി പറയാണ്, എന്താ പറഞ്ഞത്? റബ്ബേ, എന്റെ എല്ലുകളൊക്കെ ബലഹീനമായി പോയി, എന്റെ മുടിയിത നരബാധിച്ച് തൂവെള്ള പോലെ വെളുത്തു പോയിട്ടുണ്ട്. എന്നിട്ടും റബ്ബേ, നിന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും നിരാശവാനല്ല, ഞാൻ ഭാഗ്യം കെട്ടവനല്ല. ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ടും അല്ലേ, പ്രതീക്ഷ കൈവിടാത്ത മനസ്സുമായി കൊണ്ട് പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്യുകയാണ്. അതാണ് നമ്മുടെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. നമ്മളാണെങ്കിലോ അല്ലേ, കുടുംബജീവിതമൊക്കെ കഴിഞ്ഞു, കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞു, മക്കളില്ല. പിന്നെ നമുക്ക് ഇബ്ലീസ് നമ്മുടെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുക, അള്ളാഹുവോട് ചോദിച്ചിട്ട് മടുത്തുപോയി, ഇനി ഏതെങ്കിലും ചാരങ്ങളിൽ, ഏതെങ്കിലും മക്കാമുകളിൽ, ഏതെങ്കിലും ഔലിയ എന്നറിയപ്പെടുന്ന ആളുകളിലേക്ക് നാം സമീപിച്ചാൽ ഒരു പക്ഷേ അവിടെ നമുക്ക് രക്ഷ കിട്ടും, അവിടെ നമുക്ക് വിജയം കിട്ടും, അവിടെ ആയിരിക്കും നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുക എന്ന ചിന്തയോടുകൂടി എത്ര മക്ബറുകളും മക്കാമുകളുമാണ് ഓരോ മനുഷ്യരും മുസൽമാൻ എന്ന പേരുള്ള 5 വക്ത് നമസ്കരിക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ, തട്ടമിട്ട സ്ത്രീകളാണ് അത്തരത്തിലുള്ള മഖാമുകളിൽ പോയി അഭയം തേടുന്നത്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം നാം തിരിച്ചറിയേണ്ടത്. നോക്കൂ നിങ്ങൾ, മക്കളില്ലാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടിയെ കൊണ്ട എന്നല്ല പ്രാർത്ഥിച്ചത്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹായ മക്കളെ എനിക്ക് നീ നൽകണം. അതാണ് പ്രതീക്ഷ, അതാണ് തവക്കുൽ എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനമെടുത്താൽ ഫതവക്കൽ അലല്ലാഹ്, നീ അല്ലാഹുവിലാണ് പരമേൽപ്പിക്കേണ്ടത്. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ഞാനത് നേടിയെടുക്കും അല്ല, ഇൻഷാ അല്ലാഹ്. ഭാവിയിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചാൽ അല്ലാഹ് പരമേൽപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തവക്കുൽ എന്ന് പറയുന്നത് അത് ഹൃദയത്തിലാണ് വേണ്ടത്. നമ്മുടെ ശ്രമം എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയാണ്, ഫലം നൽകുന്നവൻ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യരുടെ വാതിൽ അടഞ്ഞാലും അള്ളാഹുവിന്റെ വാതിലുകൾ ഒരിക്കലും അടയുകയില്ല. ആരും കേൾക്കാനില്ലാത്ത പാതിരാ സമയത്ത് പോലും ആശ്രിതന്റെ മനസ്സറിയുന്നവനാണ് പടച്ച റബ്ബ് എന്ന ബോധമാണ്, തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹുവിനെ ആശ്രയിച്ച ഒരു ഹൃദയവും ദുഃഖിക്കേണ്ടി വരികയില്ല. മൻ തവക്കൽ അലല്ലാഹ് കഫാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആരാണ് അള്ളാഹ് തവക്കൽ ചെയ്യുന്നത് അവന് അള്ളാഹ് തന്നെ മതിയായവനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലോട് പറയാ ല്ലേ, ഈ സമൂഹം ഒന്നടങ്കം നിനക്കെതിരെ തിരിഞ്ഞാലും അവർ മുഴുവനും ഒന്നടങ്കം നിനക്കെതിരെ തിരിഞ്ഞാലും നിന്നെ അവഗണിച്ചാലും നീ പറയണം എനിക്ക് അല്ലാഹ് മതി, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല, അലൈഹി തവക്കൽതു, അവന്റെ പേരാണ് ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നത്, വഹുവ റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തോട് ഉടമസ്ഥനാണ് അവൻ. ഇതായിരിക്കണം നീ പറയേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വിശ്വാസമാണ്, ഈ ഒരു ഈമാനാണ്. ഇതായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഈ ഒരു ബോധമാണ്, തിരിച്ചറിവാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ما بعد,
ബഹുമാന്യരായ സഹോദരന്മാരെ, വിശ്വാസികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പരമാവധി പടച്ചറബിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടതെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രാദേശികമായി മഹല്ല് സംവിധാനത്തിൽ നാം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു മതപരമായ പാഠ്യപദ്ധതിയാണ് CRE. നമുക്കറിയാം, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. പലരും നാം ജീവിക്കുന്നത് എന്തിനാണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തിനാണ്, എങ്ങോട്ടാണ് നമ്മുടെ യാത്ര, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ഇതൊന്നും തിരിച്ചറിയാത്ത, ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം പോലും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ സമൂഹമാണ്, യുവതലമുറയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ജോലി എങ്ങനെയെങ്കിലും നേടുക, പണം സമ്പാദിക്കുക, അടിച്ചുപൊളിക്കുക, ഇത് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ മാരകമായ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവുകയും അതിന്റെ ഉപഭോക്താക്കളാകുകയും മക്കൾക്ക് മഹത്തായ സന്ദേശങ്ങൾ നൽകേണ്ട മക്കൾക്ക് തന്നെ അത് വിതരണം ചെയ്യുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മളെ അനവസരപ്പെടുത്തുന്നില്ല, നമ്മുടെ ഹൃദയങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കൂട്ടുകെട്ടുകൾ പലപ്പോഴും ചതികളിലും ചുതികളിലും അകപ്പെട്ടുകൊണ്ട് അവസാനം യുവത്വത്തിൽ തന്നെ ഏതെങ്കിലും ഒരൊറ്റ കയറിൽ അഭയം തേടുന്ന എത്ര വിദ്യാർത്ഥികളെയാണ്, ചെറുപ്പക്കാരായ ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് CRE വേറിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹല്ലിലും ഈ ഒരു സംവിധാനം തുടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മഹല്ല് നമ്മുടെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ CRE എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മദ്രസ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 14 വയസ്സ് മുതൽ 10-21 വയസ്സ് വരെയുള്ള ആർക്കും, ആൺപെൺ വ്യത്യാസമില്ലാതെ ആർക്കും. കാരണം പലപ്പോഴും നമുക്ക് മദ്രസ പഠനം കഴിഞ്ഞാൽ പിന്നെ ദീനീ പഠനം അത് കിട്ടാൻ അവസരം വളരെ കുറവാണ്. ഇതുപോലുള്ള ഏതെങ്കിലും ഹുത്തുബകളിലോ വേദികളിലൊക്കെയാണ് ഇതുപോലെ പഠിക്കാനുള്ള ഒരു അവസരവും സാഹചര്യവും. എന്നാൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:30 മണി മുതൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും ആ രൂപത്തിൽ എടുക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട്, അക്കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ യോഗ്യരായ അധ്യാപകരും ആ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹല്ല് സംവിധാനത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള 14-15 വയസ്സ് മുതൽ എന്ന് പറഞ്ഞാൽ മദ്രസ പഠനം കഴിഞ്ഞ ആൺകുട്ടികളെ, വിദ്യാർത്ഥിനികളെയാണ് ഉദ്ദേശിക്കുന്നത്. 10-21 ഡിഗ്രിക്ക് വരെ പഠിക്കുന്ന ഏതൊരാൾക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്രമാത്രം രജിസ്ട്രേഷൻ ചെയ്യുന്നുവോ അത് പള്ളി കമ്മിറ്റിയിലെ ആളുകളുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. അവരുമായി നമ്മുടെ പേര് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും അതിൽ താല്പര്യം കാണിക്കുകയും ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള മോശമായ ഈ ഒരു സിറ്റുവേഷനിലൂടെ, ഒരവസ്ഥയിലൂടെ കാലം കടന്നു പോകുമ്പോൾ നമുക്ക് നിവർന്നു നിൽക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിന്റെ മതത്തെ പറ്റിയും ദീനിനെ പറ്റിയും ഇസ്ലാമിനെ കുറിച്ചും കൃത്യമായി അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കിട്ടുന്ന ഒരു അസുലഭമായ ഒരു അവസരമായി, സന്ദർഭമായി ഇത്തരം കാര്യങ്ങളെ നാം കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും സ്വാലിഹായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥൻ അവന്റെ മഹത്തായ കൃപ കൊണ്ടും കാരുണ്യം കൊണ്ടും നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ വചനം ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുണ്ടാവുന്ന അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളെ 2 വിഭാഗം, സ്വർഗത്തേക്കും നരകത്തേക്കും 2 വിഭാഗമായി തിരിക്കുന്ന വേളയിൽ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി നിലകൊള്ളാനുള്ള ഒരു സന്മനസ്, താല്പര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.